everyone. So നമ്മൾ ഇന്ന് വേറൊരു വളരെ സിമ്പിളാണ്, നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ബുക്ക് മാർക്കാണ് ചെയ്യേണ്ടത്. ഈ ബുക്ക് മാർക്കിൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെയും ആർട്ടായിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്, പേസ്റ്റൽ ബ്രഷ് പെന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് വാട്ടർ കളർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൽ നമുക്ക് വേണ്ടത് ഗ്രീൻ, ഞാനെല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെയിം പാലറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ലൈറ്റർ ഷെയ്ഡായിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 തവണ ബ്രഷ് മിക്സ് ചെയ്യുമ്പോൾ വരുന്ന കളറായാലും മതി. നമുക്ക് വേണ്ടത് ഗ്രീനിൻ്റെ ഷെയ്ഡ്, ബ്രൗണിൻ്റെ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ ഷെയ്ഡ്, ആൻഡ് ഒരു ലൈറ്റ് പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ്, ഒരു ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ഇത്രയും ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ യെല്ലോ എടുക്കുകയാണ്. ഓക്കെ, യെല്ലോ എടുത്തിട്ട് ഇവിടെ കണ്ടു നമ്മുടെ ഈ കോർണറിൽ നിന്ന് താഴോട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അവിടെ കംപ്ലീറ്റ്ലി യെല്ലോ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ഷേപ്പിൽ കോർണറിൽ നിന്ന് ഒരു താഴോട്ട് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ എം ടേക്കിങ് പേസ്റ്റൽ ഓറഞ്ച്. ആ ഓറഞ്ച് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ യെല്ലോൻ്റെ ഈ കോർണർ വരെ, എന്നിട്ട് ഇവിടെയൊക്കെ മിക്സ് ആവണം കേട്ടോ. അത് വാട്ടർ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. അല്ലാത്തവർ ജസ്റ്റ് ഒന്നത് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും യെല്ലോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കും ഞാൻ ഇതുപോലെ ഒരു സ്ലാൻഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു അടുത്ത ലെയർ എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത് വാട്ടർ കളറിൽ കുറച്ചുകൂടെ നന്നായി ബ്ലെൻഡായി കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് പെന്നുള്ളത് ഇതെനിക്ക് ലിങ്കൊക്കെ തീർക്കുകയും വേണം. ഞാനതുകൊണ്ടാണ് ഞാനത് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഇവിടെ എത്തുമ്പോൾ ഓറഞ്ചും പിങ്കും കൂടെ ഒന്ന് ജസ്റ്റ് മേർജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിവിടെ അങ്ങനെ അവിടെ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡ്. നമ്മൾ യെല്ലോ, ഓറഞ്ച്, പിങ്ക്, പേർപ്പിൾ ഷെയ്ഡ്. പർപ്പിൾ ഷെയ്ഡ് നമ്മളിതെങ്ങനെ ഒന്ന് പിങ്കുമായിട്ടൊന്ന് മേർജാക്കിയും കൊടുക്കും. അവിടെ മാത്രം നമുക്കൊരു ഇത്തിരി ഡാർക്കർ ഷെയ്ഡ് വരും. ഇനി ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്ന ബ്ലൂ ആണ്, ഈ ഒരു സ്കൈ ബ്ലൂ. നിങ്ങൾക്കും ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്യാം. നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് ഓരോ കളറ് സെപ്പറേറ്റായി നിൽക്കരുതെന്ന് മാത്രം. ഇങ്ങനെ വെല്ലായിട്ട് എല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്നിട്ട് നിൽക്കണം. ഓക്കെ, രണ്ടും ചേർന്നു. ഇനി അടുത്തതാണ് ഗ്രീൻ. ഗ്രീന് ഞാൻ കൊടുക്കുകയാണ്. ഗ്രീന് കൊടുക്കുമ്പോൾ എവിടെ ഇത്തിരി ഒന്ന് ഈ ഒരു ബ്ലൂ ആയിട്ടൊന്ന് മേർജായി വരും. ബ്രൗണിന് നമുക്ക് ചെറിയൊരു സ്പേസ് മതി, അതുകൊണ്ട് ഞാൻ ഗ്രീന് ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ ഫുള്ളായിട്ട് ഇങ്ങനെ
ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് വരുന്നത്. നമുക്കിതുപോലത്തെ ഒന്നുകൂടെ ചെയ്യാം. ഈ വാട്ടർ കളർ ഞാൻ ബ്രഷ് കട്ടിൽ ചെയ്യുന്നേ. ഇനി ഞാൻ ആസ് എ ഹോൾ ഇതിങ്ങനെ എടുക്കണം, അപ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു കോർണറിൽ അവിടെ നമ്മളിത് ഇങ്ങനെ കുറച്ചൊരു മരങ്ങൾ പോലെ ചെറിയ ചെറിയ സിക്സാക്ക് ഇത് കൊടുക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, അവിടെ കുറച്ച് ചെറിയ പ്ലാന്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി ഇവിടെ എത്തുമ്പോൾ ഇവിടെ കുറച്ചൊരു 1 ഫിംഗർ കൂടുതൽ സ്പേസ് വരുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകാം. മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഗ്രീന് തീരാനാവുമ്പോൾ ഒരു ബ്രാഞ്ച് കൊടുക്കണം. ബ്രാഞ്ച് എല്ലാം വളരെ തിന്നായിരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ മുകളിലേക്ക് കൊണ്ടുവരാം. കുറച്ച് ഷേപ്പ്ലെസ് ഒക്കെ ആയിട്ടിട്ട്, എക്സാക്റ്റ് ഷേപ്പ് വേണമെന്നില്ല. പേർപ്പിളിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ മുകളിലേക്ക് കൊണ്ടുപോകുക. പിന്നെയും ഒരു ചെറിയൊരു ഇതും കൂടെ കൊടുക്കുക. പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഇതിനെ തന്നെ താഴോട്ട് കൊണ്ടുവരണം. താഴോട്ട് എക്സാക്ട്ലി കൊണ്ടുവരുമ്പോഴും ഇതൊരു മരമാണ്, ഒരു ഉണങ്ങിയ മരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മരത്തിൻ്റെ ഷേപ്പ് ചിലവിടെ വീതി ഉണ്ടാവും, ചിലവിടെ വീതി ഉണ്ടാവില്ല. ആൻഡ് ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ ഇതിങ്ങനെ എൻഡിലോട്ടായിട്ട് വരും. ഇതിങ്ങനെ എൻഡ് ഭാഗത്തേക്കായിട്ട് വരും. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഫില്ലാക്കി വരണം. വളരെ പതുക്കെ ചെയ്താൽ മതിയാവും. പുറത്തേക്ക് താഴത്തോട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ പ്രോബ്ലം വരുന്നത് ഇത് മുകളിലേക്ക് പോകുമ്പോൾ അത് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും കാണാൻ. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വർക്ക് അതിൽ കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഔട്ട്ലൈൻ വരച്ചത് മാർക്കർ കൊണ്ടാണ്, സിമ്പിൾ CD മാർക്കേഴ്സിൽ, അതുകൊണ്ടാണ് വരച്ചത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ബ്രാഞ്ചസ് ഒക്കെ കൊടുക്കുക. ഒരു ഡെഡ് ട്രീയുടെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് അതിൻ്റെ ഫില്ലിങ്സ് കൊടുത്ത് പോവാം. ഇതൊക്കെ 5 to 10 minutes ആർട്ടാണ് കേട്ടോ. അധികം ടൈം എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്. നമുക്ക് അക്രിലിക്കിൽ നമ്മൾ വരുമ്പോൾ ചെയ്യും, അക്രിലിക് പെയിൻറ്റിങ് വരുമ്പോൾ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള ഇതിന് സിലുവേറ്റ് പെയിൻറ്റിങ് എന്നുള്ളൊരു ടൈപ്പും പറയും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടും ഇപ്പുറത്തൊരു കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിഗറായിട്ട് കൊടുക്കുന്നതിന് സിലുവേറ്റ് പെയിൻറ്റിങ് എന്ന് പറയും. അതൊക്കെ നമ്മൾ പഠിക്കും ഇവൻച്വലി. അതിൽ നമ്മൾ ആൾക്കാരുടെ കാരിക്കേച്ചർ ഫേസസ് ഒക്കെ ചെയ്യും. അപ്പോഴായിരിക്കും അതൊക്കെ വരിക. ഇത് നമ്മൾ ഒരു ബുക്ക് മാർക്ക് സ്റ്റൈലിലും ചെയ്യുന്നു എന്നത് മാത്രം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഇവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട്, താഴോട്ടൊരു ബ്രാഞ്ച്. ഞാനതിലേക്ക് ഇങ്ങനെ കൊടുക്കാം. വേണമെങ്കിൽ ഇതുകൊണ്ട് തന്നെ കൊടുക്കാം, CD മാർക്കർ കൊണ്ട് തന്നെ അതിനുള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ ഡെഡ് ട്രീസ് കുറച്ച് ക്രീപ്പിയാണ് കാണാൻ. ഐ റിയലി ലൈക്ക് ഡ്രോയിങ്. വേറെ ഒന്നുമല്ല, കുറച്ചൊരു ഹൊറർ നല്ല ഫീല് കിട്ടാനുള്ളത്. കൊടുക്കുമ്പോൾ
കണ്ട ഒരു വലിയ ഡെഡ് ട്രീയും അതിൻ്റെ കൂടെയുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സ്. ഇനി അതിൻ്റെ ഫൈനൽ ടച്ച് ഒന്ന് കൊടുക്കണം. ഫൈനൽ ടച്ചസ് മീൻസ് ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഇങ്ങനെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുകയാണ് ചില ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ. സോ ദാറ്റ് ഇസ് another പെയിൻറ്റിങ് ഫോർ ദ ഡേ. നമ്മൾ ബുക്ക് മാർക്കിൻ്റെ സ്റ്റൈലിൽ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ.